ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ 2025 നമ്മുടെ CGL എക്സാം സീരീസിന്റെ ഭാഗമായിട്ട് ഒരു GKയുടെ തന്നെ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോഴേ നമുക്ക് GK നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിരിക്കും. അപ്പം ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, അത് 2024, 23, 22 അങ്ങനത്തെ ആ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ഒരു 6-7 സീരീസ് 2024 നമ്മൾ ആദ്യം നമുക്ക് 2024 നോക്കാം, അത് കഴിഞ്ഞ് 23, അത് കഴിഞ്ഞ് 22, അങ്ങനെ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോണത് നമ്മുടെ 2024 എന്തൊക്കെയാണ് ജോഗ്രഫിയിൽ നിന്നും, എസ്പെഷ്യലി നമുക്ക് കൂടുതലും SSC എക്സാമിന് ചോദിക്കുന്നത് കൂടുതലും ഇന്ത്യൻ ജോഗ്രഫി ബേസ് ചെയ്താണ്. സോ നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള, അതും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ടും ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ കൂടിയാണ്. സോ GK ഓൾറെഡി അറിയാവുന്നവർക്ക് ഇതൊരു റിവിഷൻ ക്ലാസ് കൂടിയാണ്. നിങ്ങൾക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് നോക്കിയിരിക്കാം. ഓക്കെ, സോ നമുക്ക് പോയാൽ ഏതൊക്കെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ച ചോദ്യം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിലൊരു 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്, 10 ചോദ്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടിന്യൂസ് നമുക്ക് സീരിയസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ എ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഫൗണ്ട് ഇൻ ജയ്സാൽമീർ. ഇതൊരു പുതിയൊരു വെറൈറ്റി ചോദ്യമാണ്. ഇത് ആക്ച്വലി ഈ ചോദ്യം ഇതിനു മുമ്പ് 2022 CHSL എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പാറ്റേൺ ചോദിക്കുന്നത് ഈ വർഷമാണ്. സോ ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ആക്ച്വലി ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ മഴവെള്ളം ഉണ്ടല്ലോ, മഴവെള്ളത്തെ സംഭരിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്ന ഒരു ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡാറ്റ ചോദിച്ചിട്ടുണ്ട്, ജയ്സാൽമീരിൽ എന്ത് പേരിൽ ഇത് അറിയപ്പെടുന്നു? കാരണം ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗുൽസ്, ജോഹഡ്, ഗാർഡൻസ്, ഗുൽസ് ഇതെല്ലാം എന്ത് തന്നെയാണ്, ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം തന്നെയാണ്. പക്ഷെ പല സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. സോ ഇതിലിപ്പം ഗുൽസും കുൽസും സെയിം തന്നെയാണ്. ഗുൽസും കുൽസും നമ്മുടെ ഹിമാലയ റീജിയനിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഹിമാലയ നമുക്ക് വേണമെങ്കിൽ വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയും. വെസ്റ്റേൺ ഹിമാലയ റീജിയനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഗുൽസ് തന്നെയാണ് അതർവൈസ് നോൺ ആസ് കുൽസ് എന്നും അറിയപ്പെടുന്നത്. ഗുൽസ് ഓർ ഗുൽ കേട്ടോ. സോ ഈ റീജിയനിലാണ് വെസ്റ്റേൺ ഹിമാലയ. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെസ്റ്റേൺ ഹിമാലയ അല്ല. സോ എന്തായാലും ഗുൽസും അല്ല, കുൽസും അല്ല. അപ്പൊ ഇത് നോട്ട് ചെയ്തോ. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഈ ഗുൽസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2022 ചോദിച്ച ചോദ്യം. ഇനി ജോഹാഡും ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഇത് ജയ്സാൽമീരിലല്ല. പക്ഷെ മെയിനായിട്ടും ഇത് നമ്മുടെ രാജസ്ഥാനൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ടും ഇത് കുറച്ച് സ്റ്റേറ്റുകളാണ് വരുന്നത്: രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, അതുപോലെ തന്നെ നോർത്തേൺ ഉത്തർപ്രദേശ്, UP-യുടെ നോർത്ത് സൈഡിലൊക്കെ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ജോഹാഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, UP, നമുക്കറിയാം രാജസ്ഥാൻ സ്ഥലം തന്നെയാണ് ജയ്സാൽമീർ. പക്ഷെ ജയ്സാൽമീരിൽ പ്രധാനമായും ചെയ്യുന്ന ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് ഗാർഡിൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉത്തരം ഏതാ? ഓപ്ഷൻ സി, ഗാർഡിൻസ് ആണ്. അപ്പൊ നിങ്ങൾ സ്ഥലം നോക്കി വേണം ഇതിന്റെ ആൻസർ സെലക്ട് ചെയ്യാൻ കേട്ടോ. കാരണം ഇതിലിപ്പം ജയ്സാൽമീരിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹാർവെസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതാണ് ഗാർഡിൻസ് ജയ്സാൽമീരിൽ ജയ്സാൽമീർ നമുക്ക് രാജസ്ഥാനാണ്, പക്ഷെ അവിടെ പ്രധാനമായും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാട്ടർ ഹാർവെസ്റ്റ് സിസ്റ്റമാണ് ഗാർഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ജയ്സാൽമീർ നമുക്ക് നമ്മുടെ താർ മരുഭൂമിയുടെ റീജിയൻ ആണല്ലേ, താർ ഡെസേർട്ട്. അപ്പൊ അങ്ങനെയും ചോദിക്കാം. താർ ഡെസേർട്ടിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട വാട്ടർ ഹാർവെസ്റ്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഗാർഡിൻസ് ആണ്. ഗാർഡിൻസ് കേട്ടോ. ഇനി ജയ്സാൽമീർ എന്നല്ല നമുക്ക് തരുന്നത് രാജസ്ഥാനോ പഞ്ചാബോ UP അങ്ങനെ എല്ലാ സ്റ്റേറ്റും മിക്സഡ് ആയി തരണമെങ്കിൽ അത് നമുക്ക് എടുക്കാം, ജോഹാഡ്സ് എടുക്കാം. ഇനി അതല്ല ഹിമാലയ റീജിയൻ ആണ് തരണമെങ്കിൽ അത് ഗുൽസ്. സോ ഈ വർഷം നമുക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് CGL-ന്റെ പാറ്റേണിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. സോ ഈ വർഷം CGL-ന് നമുക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. ഗുൽസ്, കുൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ഒരു പാറ്റേൺ ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. രണ്ടാമത്തെ ചോദ്യം: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ടർ ബോഡീസ് നീപ് ടൈഡ് ഒക്കർ. സോ ഇതും
ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇതും ഏകദേശം 2021 22 ഒരു CHSL എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചു കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. 2024 22 ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എന്താണ് ഇതിന്റെ ആൻസർ? വെൻ നീപ് ടൈഡ് ഒക്കർ, എപ്പോഴാണ് നീപ് ടൈഡ്? നീപ് ടൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നോർമലി ടൈഡ് രണ്ട് ടൈപ്പ് ആണ് അല്ലേ? അതൊക്കെയാണ് സ്പ്രിംഗ് ടൈഡും പിന്നെ ഏതാ രണ്ടാമത്തെ നീപ് ടൈഡും. അതായത് വേലി കയറ്റവും വേലി ഇറക്കവും. വേലി കയറ്റം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ടൈഡ്, വെള്ളത്തിൽ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, കൂടും അല്ലേ? ദെൻ നീപ് ടൈഡ് എന്ന് പറഞ്ഞാൽ വേലി ഇറക്കം, കടലിലെ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, ഫാൾ, കുറയും അല്ലേ? സോ ഇതാണ്, ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. സോ നോർമലി സ്പ്രിംഗ് ടൈഡ് ഉണ്ടാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ, ഇതിപ്പം സൂര്യനാണ്. നമ്മുടെ സൂര്യനെ ആര് വലം വെക്കുന്നുണ്ട്? നമ്മുടെ സൂര്യനെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, വലം വെക്കുന്നുണ്ട്. ഇനി ഈ ഭൂമിയെ, നമ്മുടെ ഭൂമിയെ ആര് വലം വെക്കുന്നുണ്ട്? ആര്? ചന്ദ്രൻ വലം വെക്കുന്നുണ്ട് അല്ലെ? ഭൂമി ആര് വലം വെക്കുന്നുണ്ട്? ചന്ദ്രൻ വലം വെക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൽ ചന്ദ്രന്റെ പൊസിഷൻ വെച്ചാണ് ഇതിൽ സ്പ്രിംഗ് ടൈഡും നീപ് ടൈഡും ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും എന്താണ്, ഇടയിൽ വരും. ഇതാ ഇവിടെയായി. ഓക്കെ, ഇത് നമുക്കറിയാം, ഇതാണ് നമ്മുടെ എക്ലിപ്സ് അല്ലെ? ഇങ്ങനെ ഇവര് ഒരു നേർരേഖയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്ലിപ്സ് ആണ് അല്ലെ? ഇത് എക്ലിപ്സ് ആണ്. ഇതാണ് സോളാർ എക്ലിപ്സ് അല്ലെ? കാരണം ചന്ദ്രൻ സൂര്യനും ഭൂമിയും ഇടയിൽ വരുമ്പോൾ അല്ലെ, മൂൺ ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഈസ് നോൺ as സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം. അതുപോലെ ഇനി ഇങ്ങനെയും ചന്ദ്രൻ വരും അല്ലെ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൂണാർ എക്ലിപ്സ് അല്ലെ? ആര്? എർത്ത് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ അത് ഏത് എക്ലിപ്സ്? ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം എന്ന് പറയും. ചന്ദ്രനെ മറയുന്നു ആര്? ഭൂമി അല്ലെ? അടാ, അപ്പൊ നമുക്കറിയാം എക്ലിപ്സ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വരെയും വേണം. ഇവര് മൂന്ന് പേരും എന്തായിട്ട് വരെയും വേണം? ഒരു സ്ട്രെയിറ്റ് ലൈനായി വരെയും വേണം അല്ലെ? സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു സ്ട്രെയിറ്റ് ലൈനായി വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? എക്ലിപ്സ് ഉണ്ടാവുന്നത് അല്ലെ? അതിൽ നടുക്ക് ചന്ദ്രൻ വന്നാൽ ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഏത് എക്ലിപ്സ്? സോളാർ. ഇനി ഭൂമിയാണ് നടുക്ക്, ആർക്ക്? ചന്ദ്രനും സൂര്യനും ഇടയിൽ, അങ്ങനെയാണെങ്കിൽ ഏത് എക്ലിപ്സ്? ലൂണാർ എക്ലിപ്സ് അല്ലെ? എടാ, അപ്പൊ എക്ലിപ്സ് ഉണ്ടാവണമെങ്കിൽ ഇവർ മൂന്നുപേരും സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഇവർ മൂന്നുപേരും സ്ട്രെയിറ്റ് ലൈനായി വരുമ്പോൾ ഉണ്ടാവുന്ന ടൈഡാണ് സ്പ്രിംഗ് ടൈഡ്, വേലി കയറ്റം. കേട്ടോ, ഇവർ മൂന്ന് പേരും എങ്ങനെ വരുമ്പോൾ, ഒരു സ്ട്രെയിറ്റ് ലൈനായി വരുമ്പോൾ എന്തുണ്ടാവുന്നു? സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നു. ഇനി ഇപ്പൊ നമ്മൾ കണ്ട ചന്ദ്രൻ ദാ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഇനി ഇതേ ചന്ദ്രൻ നമുക്ക് വേണമെങ്കിൽ വേറെയും രണ്ട് പൊസിഷനിലും ചെയ്തൂടെ? ഏതൊക്കെ പൊസിഷനിൽ വെക്കാം? ഇതേ ചന്ദ്രനെ വേണമെങ്കിൽ നമുക്ക് മുകളിലൊരു പൊസിഷനിലും വെക്കാം, താഴെ ഒരു പൊസിഷനിലും വെക്കാം അല്ലേ? അല്ലെ? ഇവിടെ പകരം ഞാൻ ഇവിടേക്ക് ഈ രണ്ട് പൊസിഷനിലും വെച്ചു. അപ്പം ഇപ്പൊ സൂര്യനും ഭൂമിയും ചന്ദ്രനും എങ്ങനെയാ വരുന്നത്? ഇപ്പൊ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു ഒരു നോക്കടാ, ഒരു റൈറ്റ് ആംഗിൾ ആയിട്ടാണ് അല്ലെ വരുന്നത് അല്ലെ? മുകളിലോട്ട് നോക്ക്, റൈറ്റ് ആംഗിൾ അല്ലെ? ഇവർ മൂന്ന് പേര് ഇപ്പൊ എങ്ങനെ വരും? ഒന്നല്ലെങ്കിൽ ഇവർ മൂന്നുപേരും എങ്ങനെ വരും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി വരും. അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും എങ്ങനെ വരും? ഇവർ മൂന്നുപേരും ഒരു റൈറ്റ് ആംഗിൾ ആയി വരും. സോ ഇവർ റൈറ്റ് ആംഗിൾ ആയി വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നീപ് ടൈഡ് ഉണ്ടാവുന്നത്, വേലി ഇറക്കം. കേട്ടോ, വേലി കയറ്റം, സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നത് ഇവർ മൂന്നുപേരും എങ്ങനെ വരുമ്പോ? സ്ട്രെയിറ്റ് ലൈൻ ആയി വരുമ്പോ. നീപ് ടൈഡ് ഉണ്ടാകുന്നത് എപ്പോഴാ? ഇവർ മൂന്നുപേരും റൈറ്റ് ആംഗിൾ ആയി 90 ഡിഗ്രിയിൽ വരുമ്പോൾ. സോ നമ്മുടെ ഓപ്ഷനിൽ നോക്കുകയാണ്, റൈറ്റ് ആംഗിൾ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അല്ല, ഓപ്ഷൻ എ തെറ്റാണല്ലേ? കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിപ്പം സ്പ്രിംഗ് ടൈഡ് ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഏത് ഉത്തരം എടുത്തേനെ? ഓപ്ഷൻ എ എടുത്തേനെ അല്ലേ? പക്ഷെ നമുക്ക് ചോദിച്ച നീപ് ടൈഡ് ആണ്. സോ വെൻ ദ എർത്ത് മൂൺ ആർ സൺ ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നല്ല ചോദ്യം, റിപ്പീറ്റഡ് ചോദ്യം കേട്ടോ. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇത് അന്ന് തന്നെ ക്വസ്റ്റ്യൻ കണ്ട് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ പോവാം. മൂന്നാമത്തെ ചോദ്യം, ഇൻ വെസ്റ്റ് ബംഗാൾ ഹൗ മെനി ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ എ ഇയർ? വെസ്റ്റ് ബംഗാളിൽ ഒരു വർഷത്തിൽ എത്ര ടൈപ്പ് അല്ലെ എത്ര ഹൗ മെനി റൈസ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ എ ഇയർ? സോ ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. ജോഗ്രഫിയിൽ തന്നെ ചോദിച്ചത്. ഇത് ആക്ച്വലി സ്റ്റാറ്റിക് കൂടിയാണ്, പക്ഷെ ജോഗ്രഫിയുടെ ടൈമിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ 3 ആണ്.
കേട്ടോ. വെസ്റ്റ് ബംഗാളിൽ പ്രധാനമായും 3 ടൈപ്പിലുള്ള കൾട്ടിവേഷൻ ആണ് റൈസിൽ വരുന്നത്. നമുക്ക് അത് ഇങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് ചോദിക്കാൻ പോകണം അതായിരിക്കും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഒന്ന് ഓസ് ഓസ്, 2 അമൻ അമൻ, 3 ബോറോ ബോറോ. ഓക്കെ. സോ ഇത് പർട്ടിക്കുലർ ചില ടൈമുകളിലുമാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിപ്പം ഓസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ മൺസൂണൽ ടൈമുകളിലാണ്. എപ്പോഴാണ് പ്രീ മൺസൂൺ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? മഴക്കാലത്തിന് മുമ്പ് അല്ലെ, അതായത് നമ്മുടെ ഏകദേശം സമ്മറിൽ കേട്ടോ, നമ്മുടെ സമ്മർ ടൈമിൽ വിത്തിട്ട് ആ ടൈമിൽ തന്നെ എന്താണ് ഒരു ഹാർവെസ്റ്റിംഗ്, നമ്മുടെ ഓട്ടം ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്രോപ്സ് ആണ് ഓസ് ടൈപ്പ് റൈസ് എന്ന് പറയുന്നത്. പിന്നെ അമൻ പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെയിനി സീസണിലാണ്, മൺസൂണിലാണ്. ഏകദേശം നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അമൻ എന്ന ടൈപ്പ് അവരെന്ത് ചെയ്യുന്നത്, ഇത് വിത്തെടുക്കുന്നത്. ദെൻ ബോറോ ബോറോ നമ്മുടെ വിന്ററിലുമാണ്. ഏകദേശം നമുക്ക് എങ്ങനെ പഠിക്കാം, സമ്മർ, മഴക്കാലം, വിന്റർ അല്ലേ, ആ ഒരു ടൈമിലാണ് ഇത് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും കേട്ടോ. സോ 3 ടൈപ്പ് ഏതൊക്കെയെന്ന് പഠിച്ചു വെച്ചോ. ഓസ്, അമൻ, ബോറോ. ഓസ് എപ്പോഴാണ്? ഓസ് പറഞ്ഞത് പ്രീ മൺസൂൺ ടൈം. പ്രീ മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർ ടൈമിലാണ്. സമ്മറിൽ വിത്തിടും, ദെൻ ഓട്ടം ടൈമിൽ ഹാർവെസ്റ്റ്. അപ്പൊ നമുക്കറിയാം സമ്മറിൽ വിത്തിട്ട അത് വിളവെടുക്കണമെങ്കിൽ എന്ത് പറഞ്ഞാൽ ഓട്ടം ടൈം ആവണം അല്ലേ. അതുപോലെ തന്നെ ജൂൺ ജൂലൈയിൽ മൺസൂൺ സമ്മറിൽ വിത്തിടും. അപ്പൊ മൺസൂൺ സമ്മറിൽ വിത്തിടണമെങ്കിൽ വിന്ററിൽ എന്ത് ചെയ്യൂ, ഹാർവെസ്റ്റ് ചെയ്യൂ അല്ലെ. വിത്തിടുന്ന സമയം നമ്മൾ പറയുന്നത് കേട്ടോ, വിത്തിടുന്നതാണ് ജൂൺ ജൂലൈയിൽ. അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം വിന്റർ ഒക്കെ എത്തും. അതുപോലെ വിന്ററിൽ വിത്തിടുന്ന ക്രോപ്സ് ആണ് റൈസ് ടൈപ്പ് ആണ് ഇത് ബോറോ. അപ്പൊ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നപ്പോഴായിരിക്കും, സമ്മറിൽ. അത് നോക്കണം കേട്ടോ, ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിത്തിടുന്ന സമയമാണ്. അപ്പൊ വിത്തിടുന്നത് ഈ പർട്ടിക്കുലർ ടൈമിലാണ്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ അടുത്ത് പറഞ്ഞ സീസണിലാണ്. അപ്പൊ അത് നോക്കണം കേട്ടോ. ഓസ് എന്ന് പറഞ്ഞാൽ സമ്മറിൽ വിത്തിട്ട് മൺസൂണിൽ ഹാർവെസ്റ്റ് ചെയ്യും. അമൻ എന്ന് പറഞ്ഞാൽ മൺസൂണിൽ വിത്തിട്ട് വിന്ററിൽ എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്യും. ബോറോ എന്ന് പറഞ്ഞാൽ വിന്ററിൽ വിത്തിട്ട് സമ്മറിൽ എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെ 3 ടൈപ്പ് റൈസ് ക്രോപ്സുകളാണ് ഇവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയനിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഈ വർഷം എത്ര ടൈപ്പ് എന്ന് അവർ ചോദിച്ചിട്ടുള്ളൂ, എത്രയെന്ന്. പക്ഷെ നമുക്ക് അടുത്ത പറഞ്ഞ എക്സാമിന് എന്ത് ചോദിക്കാം, ഏതൊക്കെയാണ് ടൈപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തരും മൺസൂണിൽ വെസ്റ്റ് ബംഗാൾ ചെയ്യുന്ന റൈസ് ക്രോപ്സിന്റെ വെറൈറ്റിയുടെ പേരെന്ത്, അമൻ. സോ അതുകൊണ്ട് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് അലൂവിയൽ സോയിൽ? ഓക്കെ, നമുക്കറിയാം അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അലുവിൽ സോയിൽ. അലുവിൽ മണ്ണത്തിൽ പറയും എക്കൽ എന്ന് പറയില്ലേ. ഈ മണ്ണുകൾ ധാരാളമായും കാണുന്നത് എവിടെയാണ്? നദികളും നദികളുടെ കരകളിലുമാണ് അല്ലെ. നദികളും നദികളുടെ കരയിലുമാണ് നമുക്ക് അലുവിൽ സോയിലിനെ ധാരാളമായും എന്ത് ചെയ്യുന്നത്, കാണപ്പെടാൻ സാധിക്കുന്നത് അല്ലെ. സോ നമുക്ക് ഇനി ഇത് വെച്ച് നമുക്ക് നോക്കാം. ഓൾഡ് അലുവിൽ ഈസ് നോൺ ആസ് ബാങ്കർ, ന്യൂ അലുവിൽ ഈസ് കാൾഡ് ഖാദർ. യെസ്, നമുക്കറിയാം അലുവിൽ 2 ടൈപ്പ് ഉണ്ട്. ഓൾഡ് അലുവിലിനെ ബാങ്കർ എന്നും വിളിക്കും, ന്യൂ അലുവിലിനെ ഖാദർ എന്നും വിളിക്കും. സോ ആൻസർ എന്താണ്? കറക്റ്റ് ആണ് അല്ലേ. യെസ്, അത് കറക്റ്റ് ആണ്. നമുക്ക് നോട്ട് കറക്റ്റ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. നോർത്തേൺ പ്ലെയിൻ ആർ മേഡ് അപ്പ് ഓഫ് അലുവിൽ സോയിൽ. യെസ്, നമുക്കറിയാം നോർത്തേൺ പ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? നദികളാണ്. നദികൾ കൊണ്ടുവരുന്ന മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ നദികൾ കൊണ്ടുവരുന്ന മണ്ണ് ഏത് മണ്ണ് തന്നെയാണ്? അലുവിൽ സോയിൽ. ആൻസർ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഇനി സി, ഇൻ ദ ഹിമാലയൻ റീജിയൻ വി ഫൈൻഡ് അലൂവിയൽ സോയിൽ. അല്ല, തെറ്റ് അല്ലെ. ഹിമാലയത്തിൽ ഹിമാലയ ഒരു മൗണ്ടൻ ആണ് അല്ലെ. അപ്പൊ മൗണ്ടനിൽ നമ്മൾ കാണുന്നത് മൗണ്ടൻ സോയിൽ, അല്ലാതെ എന്തല്ല, അലൂവിയൽ സോയിൽ അല്ല. സോ ഇതാണ് തെറ്റായിട്ടുള്ളത്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. എന്തായാലും 4ാമത്തെ ഓപ്ഷൻ നോക്കാം. ഡെൽറ്റാസ് ഓഫ് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആർ മേഡ് അപ്പ് ഫ്രം അലൂവിയൽ സോയിൽ. യെസ്, കറക്റ്റ് ആണ്. കാരണം മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ നദിയല്ലേ. അപ്പൊ നദികൾ രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് ഡെൽറ്റ. അപ്പൊ അവിടെയും കാണുന്ന മണ്ണ് എന്തിനാണ്? അലുവിൽ സോയിൽ. സോ ഓപ്ഷൻ ഡി ആൻസർ ശരിയാണ്. സോ ഇതിൽ നമുക്ക് തെറ്റാൻ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ സി ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. സോ ഈ അലുവിന്റെ 2 ടൈപ്പ് ഒന്ന് കൃത്യമായി പഠിക്കുക വെക്കണം കേട്ടോ. കാരണം ഇത് വേറെ പല എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. കഴിഞ്ഞ MDS-നൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ 2020 MDS-നൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ന്യൂ അലുവിൽ ഇസ് നോൺ as ഡാഷ്, ഓൾഡ് അലുവിൽ ഇസ് നോൺ as ഡാഷ്. സോ ന്യൂ അലുവിൽ ഇസ് നോൺ as ഖാദർ, ഓൾഡ് അലുവിൽ ഇസ് നോൺ as ബാങ്കർ. അങ്ങനെ 2 ടൈപ്പ് എന്തുണ്ട്? അലുവിൽ സോയിൽസുകൾ ഉണ്ട്. സോ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തോട്ട് പോവാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി
റീട്രീറ്റിംഗ് മൺസൂൺ ഇൻ ഇന്ത്യ. റീട്രീറ്റിംഗ് മൺസൂൺ. ഈ റീട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്? അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് മൺസൂൺ ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റും ദെൻ നോർത്ത് ഈസ്റ്റും അല്ലെ. ഇതില് നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ വേറൊരു പേരാണ് എന്ത്? ഈ റീട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത് അല്ലെ. റീട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അത് ഏത് മാസമാണ്? നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ പെയ്യുന്ന മഴയാണ് അല്ലെ ഏത്? ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അതുമായി ബന്ധപ്പെട്ട വാക്ക് ഇതിൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മഹവത്ത്. മഹവത്ത് എന്താണ്? മഹവത്ത് നമ്മുടെ മറ്റൊരു പേരുണ്ടല്ലേ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും അല്ലെ. മഹവത്തിന്റെ വേറൊരു പേര്. കാരണം ഇതൊരു പല തവണയായി മഹവത്ത് പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഹവത്തിന്റെ വേറൊരു പേരെന്താണ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. നമുക്കറിയാം ഇത് എപ്പോഴാണ്? നമ്മുടെ ഡിസംബർ ജനുവരി അല്ലെ, വിന്റർ സീസണിൽ അല്ലെ. വിന്റർ സീസണിൽ എവിടെയാണ്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ നോർത്ത് വെസ്റ്റ് റീജിയനിൽ പെയ്യുന്ന ഒരു എന്താണ്? ഒരു മഴ അല്ലെങ്കിൽ ഒരു സൈക്ലോണിക് റെയിൻഫാൾ ആണ് ഏത്? മഹവത്ത് അഥവാ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. എവിടെയാണ്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ പെയ്യുന്ന. അത് ഏത് സീസണിൽ? വിന്റർ സീസൺ. സോ എന്തായാലും അതല്ല. ദെൻ കാൽബൈശാഖി. കാൽബൈശാഖി നമുക്കറിയാം, കാൽബൈശാഖി ഒരു പ്രീ മൺസൂൺ ആണ് അല്ലേ. എപ്പോഴാണ്? നമ്മുടെ ഏപ്രിലൊക്കെ ഏത് ഭാഗത്ത്? വെസ്റ്റ് ബംഗാളിലൊക്കെ പെയ്യുന്ന ഒരു പ്രീ മൺസൂൺ ആണ് കാൽബൈശാഖി. സോ കാൽബൈശാഖിയും അല്ല. ദെൻ ഒക്ടോബർ ഹീറ്റ്. ഒക്ടോബർ മാസത്തിലെ ചൂട്. നമുക്കറിയാം ഇത് ഏത് മാസത്തിലാണ് പെയ്യുന്നത്? ഒക്ടോബർ നവംബറിലാണ്. അതും ഒക്ടോബർ മാസത്തിലെ ചൂട് കാരണമല്ലേ ഈ മഴ പെയ്യുന്നത്? യെസ്. അപ്പൊ ഇതാണ് ആൻസർ. എന്തായാലും നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ലു. യെസ്, ലു എന്തായാലും അല്ല. കാരണം ലു ഒരു ഹോട്ട് വിൻഡ് ആണ് അല്ലേ. വളരെ ചൂടേറിയ എപ്പോഴും സമ്മറിൽ, നമ്മുടെ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ്യിലൊക്കെ ഇവിടെ. അതേ നോർത്ത് വെസ്റ്റിൽ അല്ലെ, നോർത്ത് വെസ്റ്റിൽ അടിക്കുന്ന ഒരു വളരെ ചൂടേറിയ ഒരു കാറ്റാണ് ആര്? ലു. ഒരു ഹോട്ട് വിൻഡ് ആണ്. സോ ഒക്ടോബറിൽ നമുക്ക് കിട്ടുന്നത് ഒക്ടോബർ ഹീറ്റ്. സോ ഒക്ടോബർ ഹീറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റീട്രീറ്റിംഗ് മൺസൂൺ ഇൻ ഇന്ത്യ. എടാ, കഴിഞ്ഞ CGL എക്സാമിന് ഏകദേശം ഈ വിൻഡിൽ നിന്ന് മാത്രം ഒരു 6 ക്വസ്റ്റ്യൻ ആണ് അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 6 ക്വസ്റ്റ്യൻ. അതിൽ ലു മാത്രം തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ലു മാത്രം തന്നെ. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാം, അടുത്ത് വരുന്ന സീരീസിൽ ആ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ലു മാത്രം തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ. ടോട്ടൽ വിൻഡിന്ന് മാത്രം തന്നെ 6 ക്വസ്റ്റ്യൻ ചോദിച്ചു. കാൽബൈശാഖി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഹവത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിൻഡുകൾ എന്ന് പറയുന്നത്. കൃത്യമായി നിങ്ങൾ ആ വിൻഡുകൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് ദ ഫിനോമിന ഓഫ് അപ്ഹീലിയൻ, the approximate distance between the earth and sun. ഓക്കെ, ഇത് നമ്മുടെ സണ്ണിൽ നിന്നും, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു ഭാഗമാണ് സൂര്യൻ നമുക്ക് സ്ഥിരമായി ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ എന്താണ് ഈ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനെ ആര് വലം വെക്കുന്നുണ്ട്? ഭൂമി വലം വെക്കുന്നുണ്ട്. നമുക്കറിയാം അതൊരു ഓർബിറ്റിലാണ്. ആ ഓർബിറ്റിലാണെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് അല്ലെ. എന്ത് ഷേപ്പിലാണ്? എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാ ദിവസവും എന്തായിരിക്കൂല? സെയിം ആയിരിക്കൂല. കാരണം എലിപ്റ്റിക്കൽ ആണല്ലോ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. വർഷത്തില് ഏതോ പർട്ടിക്കുലർ 2 ദിവസം സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരികയും ചെയ്യും. ഏതോ ഒരു ദിവസം സൂര്യനും ഭൂമിയും നല്ല ഫാർ ഡിസ്റ്റൻസിൽ വരികയും ചെയ്യും കേട്ടോ. ഷോർട്ട് ഡിസ്റ്റൻസിലും വരും, ഫാർ ഡിസ്റ്റൻസിലും. അതൊക്കെ ഏത് ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് അത് നോക്കാം. സൂര്യനും ഭൂമിയും ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്നത് അത് ജനുവരി 3-ാം തീയതി ആണ് കേട്ടോ. സൂര്യൻ ഭൂമി ഏറ്റവും ക്ലോസസ്റ്റ് പറഞ്ഞാൽ ജനുവരി 3. നമ്മളെ ഡേ വിളിക്കും പെരിഹീലിയൻ ഡേ എന്നാണ് പറയുന്നത്. എന്ത് ഡേ? പെരിഹീലിയൻ ഡേ. എന്താണ്? ജനുവരി 3. അപ്പൊ അതാണ് ആദ്യത്തെ ചോദ്യം. എന്നാണ് പെരിഹീലിയൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജനുവരി 3. ഇനി ഈ പർട്ടിക്കുലർ ദിവസത്തെ സൂര്യൻ ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? സോ ആ ദിവസത്തെ ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൂര്യൻ ഭൂമി ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസ് അല്ലേ, അത് 147.5 മില്യൺ കിലോമീറ്റർ ആണ് കേട്ടോ. 147.5. സോ ഇതാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 147.5. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം അപ്ഹീലിയൻ എന്തായിരിക്കും? ഇപ്പോ അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭൂമി ഏറ്റവും
ഫാർ ഡിസ്റ്റൻസ് വരുന്നത്. അത് ജൂലൈ 4-ാം തീയതിയാണ് വരുന്നത്. ഏത് ദിവസമാണ്? ജൂലൈ. അപ്പൊ ജനുവരി 3 സൂര്യൻ ഭൂമി ഏറ്റവും അടുത്ത് വരുന്നു, പെരിഹീലിയൻ. ജൂലൈ 4 സൂര്യൻ ഭൂമി ഏറ്റവും അകന്ന് വരുന്നു, ഏത്? അപ്ഹീലിയൻ. നമ്മുടെ ചോദ്യം ആ ദിവസത്തെ ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എത്രയെന്നാണ്. സോ നമുക്കറിയാം എന്തായാലും ഇതിനേക്കാളും വലിയൊരു സംഖ്യ ആയിരിക്കും, 147.5-നേക്കാളും. സോ എന്തായാലും 137 അല്ല, 152 ആവാം അല്ലെ. എന്തായാലും 147 അല്ല, കാരണം 147.5 ഏറ്റവും ഷോർട്ടസ്റ്റ്, 142 അല്ല. സോ ആൻസർ ഏതാ? 152 അല്ലെ. ആക്ച്വലി 152.5 മില്യൺ കിലോമീറ്റർ ആണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷനിൽ 152.5 ഇല്ല, പക്ഷെ 152 ഉണ്ട്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി, 152. സോ കണ്ട ഈ ക്വസ്റ്റ്യൻ കണ്ട, നല്ല ചോദ്യം കേട്ടോ. ഈ രണ്ട് പാറ്റേൺ ഇനിയും ചോദിക്കാം കേട്ടോ. സോ നിങ്ങൾ ഈ അപ്ഹിലിനെ എന്താന്ന് നോക്കി വെക്കുക, പെരിഹീലിയൻ എന്നത് നോക്കി വെക്കുക. ഏത് ദിവസമാണ്, ആ പർട്ടിക്കുലർ ദിവസത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, അതും കൃത്യമായി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയല്ലോ. അടുത്ത ചോദ്യം, സുബാൻസിരി, ധൻസിരി, ജിയ ബാർലി ആർ ദി മേജർ ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് റിവർ? യെസ്, നമ്മൾ റിവർ സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നദിയുടെ ട്രിബ്യൂട്ടറി ആണ് സുബാൻസിരിയും ധൻസിരിയും അതുപോലെ ജിയ ബാർലിയൊക്കെ അല്ലേ. സോ നമുക്കറിയാം ഈ സുബാൻസിരിയും ധൻസിരിയും ഈ പർട്ടിക്കുലർ നദിയിൽ ചേരുന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആയ മാജുലി ഒക്കെ ഇരിക്കുന്നത് അല്ലേ. മാജുലി ഐലൻഡിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ് അല്ലേ. വേൾഡിലെ ഏറ്റവും റിവറിന്റെ എവിടെ? ആസാമിലാണ് അല്ലേ. അപ്പൊ തന്നെ പിടികിട്ടി കാണും ഏത് റിവർ ആണ്. ഓപ്ഷൻ ബി, ബ്രഹ്മപുത്ര അല്ലെ. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് ആണ് സുബാൻസിരി, ധൻസിരി. നമുക്ക് ഏകദേശം റിവർ സിസ്റ്റത്തിൽ മാത്രം നല്ല കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കേട്ടോ. കഴിഞ്ഞ CGL-ന് റിവർ മാത്രം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, നമുക്ക് സീരീസിലൊക്കെ കാണുന്നതാണ്. സോ ഒരുപാട്. സോ ഇപ്പോഴും ഒരു ഇന്ത്യൻ ജോഗ്രഫി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഏത്? ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ ഉറപ്പായും നല്ല ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. കാരണം ഡ്രെയിനേജ് സിസ്റ്റത്തിൽ 3 പാറ്റേണേ അവർ ചോദിക്കാറുള്ളൂ സ്ഥിരമായി. ഒന്ന് റിവറിന്റെ ഒറിജിൻ, സോഴ്സ്. 2 ആ റിവറിന്റെ ട്രിബ്യൂട്ടറീസ്. ദെൻ 3 അതിലെ പ്രോജക്റ്റുകൾ, ഡാംസ്. സോ ഇത് 3 കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. അടുത്ത ചോദ്യം, ലിപ്ലേക്ക് പാസ് ഈ സിറ്റുവേറ്റ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? സോ നമുക്ക് ചുരമാണ്. ഇതും കഴിഞ്ഞ വർഷം ഒരു 3 ചോദ്യം എന്തോ ചുരത്തിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലിപ്ലേക്ക് പാസ് വളരെ പ്രധാനപ്പെട്ട ഒരു പാസ് ആണ്. കാരണം ഈ ചുരം, ലിപ്ലേക്ക് പാസ്, നമ്മുടെ ടിബറ്റുമായി കണക്ട് ആവുന്ന ഒരു ചുരമാണ്. ഇന്ത്യ ടിബറ്റ്. പക്ഷെ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ്, അതെവിടെയാണ് ഈ ചുരം ഇരിക്കുന്നത്? സോ നമ്മുടെ ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ഒരു പാസ് ആണ് ലിപ്ലേക്ക് പാസ്. സോ ആൻസർ ഉത്തരാഖണ്ഡ്. ഇപ്പൊ ഇതിലിപ്പം ടിബറ്റും ഹിമാചൽ പ്രദേശും തമ്മിൽ ഒരു ചുരമുണ്ട്, എന്നറിയോ? അതാണ് ഷിപ്കില പാസ് എന്ന് പറയും കേട്ടോ. ഷിപ്കില പാസ്. ആരൊക്കെ തമ്മിൽ? ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ. ഹിമാചൽ, ഇവിടെ ഇപ്പൊ ഷിപ്കില ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ഹിമാചൽ എടുക്കാറ്. അതുപോലെ സിക്കിം ഉണ്ടല്ലോ, സിക്കിമിനെ ടിബറ്റുമായി, കാരണം സിക്കിമും ടിബറ്റുമായിട്ട് ബൗണ്ടറി ഉള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ. ഇവിടെ 2 ചുരമുണ്ട്. ഒന്ന് നാഥുല പാസ്, ഒന്ന് ജലപ്ല പാസ്. 2 ചുരം കേട്ടോ. നാഥുല ചുരവും ജലപ്ല ചുരവും. ആരൊക്കെ? സിക്കിം, ടിബറ്റ്. സിക്കിമിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന പാസ് ഏതൊക്കെയാണ്? നാഥുലയും ജലപ്ലയും. ആരൊക്കെയാണ്? സിക്കിം, ടിബറ്റ് കേട്ടോ. നാഥുല, ജലപ്ല കേട്ടോ. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ് ഏത്? ഷിപ്കില. അതുപോലെ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് ഏത്? ലിപ് ലേക്ക്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ചുരങ്ങൾ ചോദിക്കും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ ചുരങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലിപ് ലേക്ക്, ഷിപ്കില, നാഥുല, ജലപ്ല. അതുപോലെ ഒന്നാണ് ബോണ്ടില, അത് നോട്ട് ചെയ്തത്. ടിബറ്റുമായി കണക്ട് ആവുന്ന ഒരു ചുരമാണ് ബോണ്ടില. പക്ഷെ ടിബറ്റിനെ അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശ്, ടിബറ്റ്. ഏത്? ബോണ്ടില. ബോണ്ടില പാസ്. അരുണാചൽ, ടിബറ്റ്. ഏതാണ്? ബോണ്ടില പാസ്. ഓക്കെ, ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വർദ്ധ ഇസ് ദി ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ? സോ നമ്മൾ കണ്ട വീണ്ടും ചോദ്യം ട്രിബ്യൂട്ടറി എന്നാണ്. ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ് വർദ്ധ? ഓക്കെ,
സോ വാർധ നമുക്കറിയാം, നമ്മളിപ്പോ ചെയ്തിട്ടുള്ളതാണ് പെനിൻസുലാറിൽ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആണ് അല്ലെ. നമ്മൾ റിവർ സിസ്റ്റത്തിന്റെ വീട് ചെയ്തിട്ടുണ്ട്, അതും പെനിൻസുലാർ റിവർ. ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലെ ട്രിബ്യൂട്ടറിയുടെ ചോദ്യങ്ങൾ കിട്ടുന്നതാണ്. സോ ദാ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് വർദ്ധ ആരുടെയാണ്? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആണ് ആര്? വർദ്ധ എന്ന് പറയുന്നത്. കണ്ട ഞാൻ പറഞ്ഞില്ലേ, റിവർ സിസ്റ്റത്തിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കും. ഇനിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ അടുത്ത് വരുന്ന സീരീസിൽ. ഇപ്പൊ ഇതിലിപ്പോ 2 ചോദ്യം വന്നു, ഇനിയും നമുക്ക് കാണാം റിവറിൽ നിന്ന് എന്തുമാത്രം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, എബണി മഹാഗഡി ട്രീസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്? ഒരു സിമ്പിൾ ചോദ്യമാണ് ഇത്. കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഈ ചോദ്യം, ഈ പാറ്റേൺ ചോദിക്കുന്നുണ്ട് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ വെച്ച് കേട്ടാ. സോ അതിൽ ഏറ്റവും പ്രധാനമാണ് എബണി മഹാഗണി. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. ഇത് ഈ കഴിഞ്ഞ വർഷം തന്നെ CHSL-നും ഈ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. സോ എബണി മഹാഗണി എന്നൊക്കെ പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് ഈ എബണി മഹാഗണി എന്നൊക്കെ പറയുന്നത്. സോ വളരെ സിമ്പിൾ ചോദ്യമാണ്, കാരണം റിപ്പീറ്റഡ് ചോദ്യമാണ്. നിങ്ങൾ കാണാതെങ്കിലും പഠിച്ചേക്കുക. നമ്മുടെ നാട്ടിലെ മഹാഗണിയും അതുപോലെ എബണി എന്ന ട്രീസ് ഒക്കെ നിത്യഹരിത വനങ്ങളാണ്, എവർഗ്രീൻ ഫോറസ്റ്റിന് ഉദാഹരണമാണ്. അതുപോലെ ഡെസീഡിയസ്, ഇതും ഒരു സ്ഥിരം ചോദ്യമാണ്. ഡെസീഡിയസ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇലപ്പുഴിയും കാടുകൾ, നമ്മുടെ മൺസൂൺ ഫോറസ്റ്റ് എന്ന് ഇവരെ പറയും കേട്ടോ. ഇവരാണ് മൺസൂൺ ഫോറസ്റ്റ് കേട്ടോ. മൺസൂൺ ഫോറസ്റ്റ് അഥവാ ഇലപൊഴിയും കാടുകൾ, ഡെസേർഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തേക്കുമരം. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. തേക്കുമരം എന്ത് ഫോറസ്റ്റിന് ഉദാഹരണം ചോദിക്കും? തേക്കുമരം എന്താണ്? നമ്മുടെ ഡെസീഡിയസ് ഫോറസ്റ്റിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, സോ അതും ഒരു സ്ഥിരം ചോദ്യമാണ്. പിന്നെ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇപ്പൊ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ടൈപ്പാണ് സുന്ദരി ട്രീസ്, നമ്മുടെ സുന്ദർബനിൽ അല്ലെ. സുന്ദർബൻ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ് സുന്ദർബൻ. എവിടെയാ? വെസ്റ്റ് ബംഗാളിൽ അല്ലെ. ആ സുന്ദർബൻ കാടുകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാൻഗ്രൂവിന്റെ ടൈപ്പാണ് സുന്ദരി എന്ന് പറയുന്നത്. സുന്ദരി മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? സുന്ദർബൻ. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. സുന്ദരി ട്രീസ് എന്ത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ്? മാൻഗ്രൂവ്. പിന്നെ മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾ കോണിഫറസിനെ പിടിക്കാം അല്ലെ. നമ്മുടെ കോണിഫറസ് അല്ലെ, മലമരങ്ങൾ കാണുന്ന കോണിഫറസ്. എക്സാമ്പിൾ കോണിഫറസിന് എക്സാമ്പിൾ എന്തൊക്കെയാ? പൈൻ മരം അല്ലെ, ഫിർ ട്രീ, ഡിയോഡാറ് അല്ലെ, ഓക്ക് അല്ലെ, ഇവരൊക്കെയാണ് കോണിഫറസ് അഥവാ മൗണ്ടൻ ഫോറസ്റ്റിന് ഉദാഹരണങ്ങൾ. സോ ഇവരെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ഉറപ്പായിട്ടും ഈ വരുന്ന CGL എക്സാമിനും ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ വെച്ച് അവർ ചോദിക്കൂ കേട്ടോ. അല്ലെങ്കിൽ അവർ ഫോറസ്റ്റിന്റെ പേര് തരും, എക്സാമ്പിൾ കണ്ടെത്താൻ പറയും. സോ എക്സാമ്പിൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു സീരീസിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം നമ്മുടെ 2024 ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതും ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കി പോവാം. നിങ്ങൾ ഇപ്പോഴേ ഇത് പഠിച്ചു തുടങ്ങിപ്പോയാൽ, റിവിഷൻ ചെയ്ത് പോയാൽ, ഓൾറെഡി പഠിച്ച് സെറ്റാക്കുന്നവർക്ക് നല്ല റിവിഷൻ കൂടിയാണ്. നിങ്ങൾ സെറ്റ് ചെയ്ത് പോയാൽ ഈ വർഷത്തെ CGL എക്സാമിന്റെ GK നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.